വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. വിജയേട്ടാ, ഇറാനിൽ ഏത് നിമിഷവും അമേരിക്ക ഒരു ആക്രമണത്തിന് സജ്ജമായി നിൽക്കുകയാണ്. ഇറാന്റെ പുറകിൽ റഷ്യയുണ്ട്, ചൈനയുണ്ട്, എല്ലാവരും അണിനിരന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം. ഈ സാഹചര്യത്തിൽ നമ്മുടെ അമേരിക്കയുടെ ഏറ്റവും വലിയ സാമന്ത രാജ്യമായിട്ടുള്ള ഇവിടെയുള്ള ഭീകരവാദ രാഷ്ട്രമായിട്ടുള്ള പാകിസ്ഥാൻ, അമേരിക്കയ്ക്ക് ഇറാനിലേക്ക് ഏത് നിമിഷവും പാകിസ്ഥാൻ ഒരു അത്താണിയായിരുന്നു. അതിനുവേണ്ടി പാകിസ്ഥാനെ അമേരിക്ക വളർത്തിക്കൊണ്ടുവരികയായിരുന്നു. പോരാത്തതിന് നമുക്കറിയാം, ഇന്ത്യ പാക് വിഭജനം എന്നുള്ളത് തന്നെ റഷ്യയെ ഏത് നിമിഷവും സർവൈലൻസിൽ നിർത്താനുള്ള ഒരു ഭൂപ്രദേശമായി പാകിസ്ഥാനെ മാറ്റുക എന്നുള്ളത് ഉദ്ദേശിച്ചുകൊണ്ടാണ് ലോകരാജ്യങ്ങൾ അത് പ്ലാൻ ചെയ്തത് എന്നുള്ള പല കോൺസ്പിറസി തിയറികളും വായുവിലുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാൻ ഇപ്പോൾ ഇറാൻ കലാപകലുഷിതമാകുന്ന ഈ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാനും സമാനമായിട്ടുള്ള രീതിയിൽ പ്രക്ഷുബ്ധമാകുന്നുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. നമുക്കറിയാം, പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ ആക്രമണം ഘടിപ്പിച്ചിരിക്കുകയാണ്. പാകിസ്ഥാൻ അങ്ങേയറ്റം നാണം കെട്ട് നാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പാകിസ്ഥാന്റെ പട്ടാളക്കാരെ എല്ലാം പിടിച്ച് അവരെ മുട്ടുകുത്തി നിർത്തി അവർ യാചിക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്, ഞങ്ങൾ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ ബലൂചിസ്ഥാന് സ്വാഭാവികമായിട്ടും ഖൈബർ പക്തൂൺഖോയിൽ നിന്ന് സഹായം വരുന്നുണ്ട്. ഈ ഖൈബർ പക്തൂൺഖോയിൽ തെഹ്രീക്കെ താലിബാനുണ്ട്. തെഹ്രീക്കെ താലിബാനും ബലൂചിസ്ഥാനും കൈ കൊടുക്കുന്നുണ്ട്. ഈ ഖൈബർ പക്തൂൺഖയിൽ പോകുന്ന പാക് പട്ടാളക്കാരെ മുഴുവനും അവരും മരിക്കുന്നുണ്ട്, ഇവരെ കൊല്ലുന്നുമുണ്ട്. അങ്ങനത്തെ ഒരു സാഹചര്യമുണ്ട്. ഇത് കുറച്ച് നാൾ മുമ്പ് നടന്നതാണ്. കുറച്ച് നാൾ മുമ്പ് എന്ന് പറഞ്ഞാൽ ഒരു 2-3 ആഴ്ചകൾക്ക് മുമ്പ് നടന്നതാണ്. നമ്മുടെ ന്യൂസ് ഇന്ത്യ മലയാളം ഇത് സമ്പൂർണ്ണമായിട്ട് ഇതിന്റെ വാർത്തയൊക്കെ നിരന്തരം ഫോളോ ചെയ്ത് കൊടുക്കുന്നതാണ്. അവിടെ മരിക്കുന്ന ആൾക്കാരുടെയും എല്ലാവരുടെയും. പാകിസ്ഥാനും അറ്റാക്ക് നടത്താറുണ്ട്. ഇപ്പോഴിതാ അഫ്ഗാനിസ്ഥാനെ തകർക്കാൻ ഞങ്ങൾ പോവുകയാണെന്ന് പറഞ്ഞ് ഖ്വാജ ആസിഫ് മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഖ്വാജ ആസിഫ് പറയുന്നത്, ഞങ്ങൾ ഉടനെ തന്നെ അഫ്ഗാനിസ്ഥാനിൽ ഒരു വ്യോമാക്രമണം നടത്തുമെന്നാണ് പറയുന്നത്. അപ്പൊ ഇറാനെ അമേരിക്ക അടിക്കാനായിട്ട് നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ പാകിസ്ഥാൻ ഇപ്പോ യാതൊരു കാരണവുമില്ലാതെ ഈ അഫ്ഗാനിസ്ഥാനിൽ വ്യോമാക്രമണം നടത്താനുള്ള ആവശ്യം എന്താണ്? അതായത് വ്യോമാക്രമണം നടത്തണമെങ്കിൽ അപ്പോൾ അടിച്ച സമയത്ത് നടത്തണമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇറാനെ ആക്രമിക്കുന്ന ഈ സമയത്ത് തന്നെ ഈ വ്യോമാക്രമണം നടത്തുന്ന പശ്ചാത്തലം എന്താണ്? അത് കാര്യം സിമ്പിളാണ്. കഴിഞ്ഞ ദിവസം 3-4 ദിവസം മുമ്പ് ന്യൂസ് ഇന്ത്യ മലയാളത്തിൽ വാർത്ത നമ്മൾ നൽകിയിരുന്നു. അതായത് അഫ്ഗാനിസ്ഥാന്റെ മുതിർന്ന ഭരണാധികാരികൾ ഒരു പ്രസ്താവന നടത്തി. അവർ പറഞ്ഞത്, ഇറാനെ അമേരിക്ക ആക്രമിച്ചാൽ ഇറാൻ എല്ലാവിധ പിന്തുണയും ഞങ്ങൾ നൽകും എന്ന് പരസ്യമായി തന്നെ താലിബാന്റെ നേതാക്കന്മാരും അഫ്ഗാനിസ്ഥാന്റെ ഭരണകൂടവും ഒക്കെ പറയുകയുണ്ടായി. ഇവിടെ ഈ ഇറാനെ അമേരിക്ക ഇപ്പോൾ ആക്രമിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ നേരത്തെ ഒന്ന് ചൊറിഞ്ഞു വിട്ടതുപോലെ ചൊറിഞ്ഞു വിടാൻ വേണ്ടിയിട്ടല്ല, അവരത് ശക്തമായ ഒരു ആക്രമണം പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അഫ്ഗാനിസ്ഥാന്റെ ഒരു സഹായം, അതായത് ഈ ഇറാനിന് ലഭിക്കുകയാണെങ്കിൽ, അവിടുത്തെ പോരാട്ടം നടത്തുന്നവർക്കും മറ്റുമൊക്കെ ലഭിക്കുകയാണെങ്കിൽ, കാരണം ഇത് കേട്ടാത്തൊന്നും അഫ്ഗാനിസ്ഥാൻ വലിയ സൈനിക ബലമുള്ള രാജ്യമൊന്നുമല്ല. പക്ഷേ ഇവരൊക്കെയുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവരൊക്കെ ഗറില്ല വാറുകൾ ഇല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള ചെറിയ ചെറിയ ഷോർട്ട് മിസൈലുകൾ, ഇതൊക്കെ ഒരു കരയുദ്ധത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരുപക്ഷെ ആകാശത്ത് വന്നിട്ട് ഈ പറയുന്ന ബോംബുകൾ വാരി വിതറുന്ന പോലെ എളുപ്പമല്ല കരയുദ്ധത്തിലേക്ക്. കാരണം ഇത് കരയുദ്ധത്തിലേക്ക് കടന്നു കഴിഞ്ഞാലും, ഇല്ലെങ്കിൽ ഇതിപ്പോൾ പാകിസ്ഥാനിൽ അഫ്ഗാനിസ്ഥാൻ അസ്ഥിരത ഉണ്ടാക്കുകയാണെങ്കിലും അത് തലവേദന സൃഷ്ടിക്കുന്ന അമേരിക്കയ്ക്കായിരിക്കും. കാരണം ഒരു സമയത്തിന് 2 വാർ ഫ്രണ്ടിൽ പോരാടേണ്ട ഒരു അവസ്ഥയിലേക്ക് അമേരിക്ക എത്തും. കാരണം ഈ അവസരം നന്നായി പാകിസ്ഥാൻ മുതലെടുക്കാൻ ഒരുങ്ങുന്നു എന്നാണ് ഈ പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അമേരിക്ക ഇറാനിലേക്ക് മുഴുവൻ ശ്രദ്ധയും പതിപ്പിക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു അവസരം നന്നായി മുതലെടുത്തുകൊണ്ട് അഫ്ഗാനിസ്ഥാൻ നേരെ ആക്രമണം നടത്തുക. ആ അഫ്ഗാനിസ്ഥാൻ ആക്രമണം നടത്തുമ്പോഴേക്കും അത് സ്വാഭാവികമായി അവരെ ഒതുക്കുക എന്ന് അമേരിക്ക തൃപ്തിപ്പെടുത്തുകയുമാകാം. ഒപ്പം തന്നെ അമേരിക്കയുടെ ഒരു അറ്റൻഷൻ വാങ്ങിക്കൊണ്ട് ഭാവിയിൽ അവിടെ നിന്ന് കിട്ടുന്ന പട്ടും പൊളയും വാങ്ങുക എന്നതുമാകാം. 2 കാര്യങ്ങളിലേക്കാണ് അവർ നീങ്ങുന്നത്. അതായത് അഫ്ഗാനിസ്ഥാനെ ഒന്ന് കുരുക്കി നിർത്തുക, അവിടെ അഫ്ഗാനിസ്ഥാന്റെ ഒരു സഹായം, മറ്റു തരത്തിലുള്ള സഹായം. കരയുദ്ധത്തിലേക്ക് പോകുമ്പോൾ ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. നമ്മൾ കണ്ടതാണ് അമേരിക്ക 20 വർഷം അഫ്ഗാനിസ്ഥാനിൽ കരയുദ്ധത്തിൽ ഇറങ്ങി പുറപ്പെട്ടിട്ട് എന്ത് സംഭവിച്ചു എന്നുള്ളത്. അമേരിക്ക കരയുദ്ധത്തിലേക്ക് പോയിട്ടുള്ള പല രാജ്യങ്ങളും അവർക്ക് അധികം നാള് മുമ്പോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. അവർക്ക് തന്നെ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇറാഖിലും അവർക്ക് നഷ്ടങ്ങൾ സംഭവിച്ചു. അവരുടെ പട്ടാളക്കാർ കൊല്ലപ്പെടുന്നുണ്ട്. അവരുടെ ഫൈനാൻഷ്യലി അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത്. അപ്പം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ വന്നു കഴിഞ്ഞാൽ അമേരിക്ക ഉദ്ദേശിക്കുന്ന മുഴുവൻ ഇറാനെ ഇപ്പോൾ ആക്രമിക്കുക, കീഴ്പ്പെടുത്തുക, ഖമേനി ഭരണത്തെ പൂർണ്ണമായി തുടച്ചു നീക്കുക, അവിടെ വേറൊരു ഭരണം അവരോധിക്കുക. വേറൊരു ഭരണം അവരോധിക്കാൻ ആകാശത്തിരുന്നുകൊണ്ട് ഭരണം അവരോധിക്കാൻ കഴിയില്ല. പകരം അടിത്തട്ടി പണിയെടുക്കണം. താഴെത്തട്ടിലാണല്ലോ ആൾക്കാരുള്ളത്. അപ്പൊ അവിടെ ഇറങ്ങി പണിയെടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ സെക്യൂരിറ്റി ആദ്യം ഒരു സുരക്ഷ ഒരുക്കണം. അവിടെ ഇവിടെയും ബോംബ് പൊട്ടിക്കൊണ്ടിരുന്നാൽ, അവിടെ ഇവിടെയും ചാവേറുകൾ പൊട്ടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇപ്പം ഈ ഖമേനി മാരണമെന്ന് പറയുന്നവന്മാരെല്ലാം നാളെ യൂട്ടേൺ അടിക്കും. നാളെ അവർ അമേരിക്കക്കെതിരെയാകും. നമ്മൾ കണ്ടതാ വെനിസുലയിൽ മഡൂറോ പോയതിൽ അവർ ബോംബ് പടക്കം പൊട്ടിച്ചും വാണം കത്തിച്ചും ഒക്കെ ഭയങ്കര ആഘോഷങ്ങളായിരുന്നു. നമ്മൾ ആ വിഷ്വൽസ് ഒക്കെ കണ്ടതാ. ഇപ്പൊ എന്താണ് വെനിസുലയിൽ നടക്കുന്നത്? അമേരിക്ക ഗോബാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രകടനമാണ് നടക്കുന്നത്.
അപ്പം വൈദേശിക ശക്തികളെ ആരും അംഗീകരിക്കത്തില്ല, തത്കാല നേട്ടത്തിന്. അവിടെ അഫ്ഗാനിസ്ഥാനിൽ ഉള്ളതുപോലെയുള്ള ഗ്രൂപ്പുകൾ, അങ്ങനെയുള്ള ഗ്രൂപ്പുകൾ ഇതിനകത്ത് ഭയങ്കര എക്സ്പെർട്ടുകളാണ്. കാരണം ഇങ്ങനെയൊക്കെ ഉള്ള ചാവേർ ബോംബ് സ്ഫോടനങ്ങൾക്കായാലും ഇല്ല, അതൊന്നും വലിയ പഞ്ഞമില്ലാത്ത വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള വലിയ ഗ്രൂപ്പുകളാണത്. അവരാണല്ലോ ഇപ്പോൾ പാകിസ്ഥാനിൽ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ടാണ് ഖാജ ആസിഫ് ഒരു മുന്നറിയിപ്പ് നൽകുക. അദ്ദേഹം മുന്നറിയിപ്പ് നൽകുമ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. ദില്ലിയും കാബൂളും ചേർന്നാണ് ഞങ്ങൾക്കെതിരെ ഗൂഢാലോചന നടത്തുന്നത്. ദില്ലിയും കാബൂളും ചേർന്നാണ് ഈ ഗ്രൂപ്പുകളെയൊക്കെ ഖൈബർ പക്തൂൺ മേഖലയിലൊക്കെ തെഹരിക്കെ താലിബാൻ അടക്കമുള്ള ഗ്രൂപ്പുകളെ പിന്തുണയ്ക്കുന്നത്. അവരാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട സൈനിക കമാൻഡർമാരെയും ഒപ്പം സൈനികരെയും ഒക്കെ കൊലപ്പെടുന്നത്. ഇത് കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല, ഞങ്ങൾക്ക് അനവധി ഓപ്ഷൻസ് ഉണ്ടെന്ന് പറയും. നിലവിൽ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ വ്യാപാര ബന്ധങ്ങളൊന്നും തന്നെ ഇല്ല. നമ്മുടെ ഇന്ത്യയിൽ നിന്നാണ് അവരിപ്പോൾ മരുന്നും മറ്റ് അവശ്യവസ്തുക്കളും സാധനങ്ങളും എടുക്കുന്നത്. ഇപ്പൊ അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാനാണ് അവരുടെ ഒരു പ്രധാന സോഴ്സ്, എണ്ണയ്ക്ക് മറ്റുള്ള കാര്യങ്ങൾക്കായാലും ഒക്കെ. അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവർക്കും ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഈ അമേരിക്ക ഇറാനെ ആക്രമിക്കുന്ന സമയത്ത് അഫ്ഗാനിസ്ഥാൻ അവിടെ ഒരു വിഷയം ഉണ്ടാക്കുകയാണ് എങ്കിൽ, ഇല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ ഉണ്ടാക്കുമെന്നുള്ളതല്ല, അവിടെ ചൈനയുടെയോ റഷ്യയുടെയോ സഹായത്താൽ എന്തെങ്കിലും തരത്തിലൊരു നീക്കം നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിനെ തടയിടുക എന്നുള്ളതാണ് ഈ അഫ്ഗാനിസ്ഥാൻ മൂക്കേറിടുന്നതിലൂടെ വ്യക്തമാക്കുന്നത്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഈ പെരകത്തുമ്പോൾ തന്നെ വാഴ വെട്ടാൻ നല്ല സമയമാണെന്നുള്ള ധാരണയിലായിരിക്കാം പാകിസ്ഥാൻ ഈ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. ഏതായാലും ഖാജ ആസിഫിന്റെ മുന്നറിയിപ്പിനെ നമ്മൾ വില കുറച്ച് കാണാൻ കഴിയില്ല. ഇതിനു മുമ്പും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. ആ സമയത്ത് പാകിസ്ഥാൻ വ്യോമസേന അതിർത്തി കടന്ന് അഫ്ഗാനിസ്ഥാനിൽ മിസൈൽ ഇട്ടിട്ടുമുണ്ട്. പക്ഷെ ഇനി അതുപോലെ മുമ്പോട്ട് പോകാൻ പറ്റുമോ എന്നറിയില്ല. കാരണം അഫ്ഗാനിസ്ഥാൻ ഇനി പഴയതുപോലെ ഒരു ആക്രമണം ഉണ്ടായാൽ പിടിച്ചു നിൽക്കില്ല. കാരണം ഇവിടെ മധ്യസ്ഥരുടെ റോള് വഹിക്കേണ്ട ഒരാള് ട്രംപും ടീമുമാണ്. ട്രംപും ടീമും ഒരു യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ മറ്റൊരു യുദ്ധമുഖം കൂടി തുറന്നു കഴിഞ്ഞാൽ അവിടെ പ്രയാസകരമായിരിക്കും. കാരണം ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇറാന് സപ്പോർട്ടായിട്ട് റഷ്യയും ചൈനയും നിൽക്കുന്നു. പ്രത്യക്ഷമായിട്ട് അവർ പ്രസ്താവനകൾ നടത്തുന്നു, പരോക്ഷമായിട്ടെങ്കിലും സഹായം എത്തും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ സമയത്ത് അഫ്ഗാനിസ്ഥാൻ കൂടി ആ ഒരു എതിർചേരിയിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി അഫ്ഗാനിസ്ഥാൻ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള മൂവ്മെന്റുകൾ ശക്തി പകരും. ഇതിനെ തടയിടുന്നതിന് വേണ്ടിയിട്ടാണോ അഫ്ഗാനിസ്ഥാനെ വലിച്ചൊരു യുദ്ധത്തിലേക്ക് ഇടുന്നത് എന്നൊരു സംശയം കൂടിയുണ്ട്. കാരണം അവരുടെ അഫ്ഗാനിസ്ഥാന്റെ ശ്രദ്ധ മുഴുവൻ പാകിസ്ഥാനിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മറ്റിടത്തേക്ക് ശ്രദ്ധ പതിപ്പിക്കാൻ കഴിയില്ലല്ലോ. ഇതൊക്കെ പറയുമ്പോൾ എല്ലാവരുടെയും ധാരണ അഫ്ഗാനിസ്ഥാൻ ഒരു ചെറിയ രാജ്യമല്ലേ, ആയുധമുണ്ടോ അമേരിക്ക നേരിടാൻ എന്നൊക്കെ ചോദിക്കും. ആയുധമല്ലല്ലോ, അതിനകത്ത് ഈ യുദ്ധതന്ത്രങ്ങൾക്കാണല്ലോ ഒരു വലിയ മുതൽക്കൂട്ടുള്ളത്. ഇപ്പൊ ശരിയാണ്, ആയുധശേഷിയിലാണെങ്കിലും ടെക്നിക്കലിന്റെ കാര്യത്തിലായാലും സാമ്പത്തിക കാര്യത്തിലെല്ലാം അമേരിക്കയാണ്, അതിനെ വെല്ലാൻ കഴിയില്ല ഇറാനായാലും. പക്ഷെ അത് ഈ ആകാശത്തിനപ്പുറം കരയിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ കാര്യം മാറുന്നതാണ്. അത് ഈസി ആയിട്ട് പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒന്നല്ല. നമ്മൾ കണ്ട അഫ്ഗാനിസ്ഥാനിൽ ഇപ്പൊ എന്താ സംഭവിച്ചത്? അവർ പറഞ്ഞിടത്താണ് അതെത്തത്. അവരാരെയാണോ പുറത്താക്കാൻ ശ്രമിച്ചത്? അവരല്ലേ ഇപ്പൊ ഭരിക്കുന്നത്. അപ്പോൾ എല്ലായിടത്തും ഇതൊക്കെ തന്നെയാണ്. ഇവർ സിറിയ സമാധാനം ഉണ്ടാക്കാൻ പോയിട്ട് ആയോ? ഇറാഖിൽ സമാധാനം ഉണ്ടാക്കാൻ പോയിട്ട് ആയോ? യമനിന്റെ അവസ്ഥ എന്താണ്? എല്ലായിടത്തും ഉണ്ട്. ഇന്ന് കേൾക്കുന്ന മറ്റൊരു വാർത്ത, ഹൂത്തി വിമതര് അവിടെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഒരു പശ്ചിമേഷ്യ മുഴുവൻ ഒരു സംഘർഷഭരിതമായ അന്തരീക്ഷത്തിലേക്കാണ്. ഇവിടെ ഇന്ത്യയും വലിയ ജാഗ്രതയിൽ തന്നെയാണ്. കാരണം ഈ അഫ്ഗാനിസ്ഥാനായിട്ട് ഇനി പാകിസ്ഥാൻ ഏറ്റുമുട്ടുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ച് അത് ഇന്ത്യക്ക് നേരെ തിരിയും. അത് യാതൊരു ഡൗട്ടും ഇല്ലാത്ത കാര്യമാണ്. അത് ഇന്ത്യക്ക് നേരെ അവർ തിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം ബലൂചിസ്ഥാനിൽ വലിയ വിഷയം നടക്കുന്നു. ഇത് അവസാനം എന്താ പറയുന്നത്, നമ്മൾ കളി കാണാൻ ഇരുന്നാലും നമ്മുടെ തലയ്ക്കോട്ട് വരും, നമ്മളും കളിക്കളത്തിൽ ഇറങ്ങിയേ പറ്റൂ എന്നൊരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഇടപെടുമ്പോൾ നമ്മളൊരു ഒരു കക്ഷി, ഒരു നോക്കി നിൽക്കുന്ന കക്ഷിയായിരുന്നു. ഇപ്പോഴങ്ങനെയല്ല, എല്ലാവിധത്തിലും അഫ്ഗാനിസ്ഥാനെ സഹായിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. സ്വാഭാവികമായി പാകിസ്ഥാൻ ഇപ്പോൾ വെച്ചിരിക്കുന്ന ആ ഒരു ആയുധങ്ങൾ തിരിച്ച് ഇങ്ങോട്ടും വെക്കും. കാരണം അവരെ സംബന്ധിച്ച് ഇന്ത്യ അവരുടെ ശത്രു രാജ്യമാണ്, പ്രഖ്യാപിത ശത്രുവാണ്, കാഫിറുകളാണ്, ഇസ്ലാം മതത്തിന് എതിരായി നിൽക്കുന്നവരാണ് എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് അവർ തിരിക്കും, അവരുടെ ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇന്ത്യയും വളരെ കടുത്ത ജാഗ്രതയിൽ തന്നെയാണ് ഇന്ത്യ നിൽക്കുന്നത്. ഏത് സമയവും അത് ഇന്ത്യയിലേക്ക് തിരിയാം. ഞാൻ മുമ്പ് പറഞ്ഞത് കണക്ക് ഒരുപക്ഷെ ഇതൊരു പശ്ചിമേഷ്യയോ ഇല്ല മധ്യേഷ്യയോ ഒക്കെ കേന്ദ്രീകരിച്ചൊരു വലിയ സംഘർഷത്തിന് ഇത് ആക്കം കൂട്ടും. അത് ഒരുപാട് പ്രത്യാഘാതങ്ങൾ വരുത്തി വെക്കുന്ന കാര്യമാണ്. നമ്മളും 5 വർഷത്തേക്കുള്ള യുദ്ധത്തിനാണ് ഇപ്പോൾ നമ്മൾ തയ്യാറെടുക്കുന്നത്. നമ്മുടെ സൈനിക മേധാവി പറഞ്ഞത് ഇനിയൊരു യുദ്ധം ഉണ്ടാകുകയാണ് കുറഞ്ഞത് 5 വർഷത്തേക്ക് നിൽക്കുമെന്ന്. ട്രംപ് പറയുന്നത് ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന ഒരു അടിക്കാണ് ഒരുങ്ങുന്നതെന്ന്. 2022 മുതൽ യുദ്ധം നടക്കുന്ന ഒരു സ്ഥലം നമ്മുടെ ഈ ലോകത്തുണ്ട്, യുക്രൈനും റഷ്യയും. അതിപ്പോഴും അവസാനിച്ചിട്ടില്ല, അനന്തമായി നീളുകയാണ്. അങ്ങനെ നിരന്തരമായി പോവുകയാണെങ്കിൽ എന്തായിത്തീരും എന്നുള്ള കാര്യത്തിൽ ഒരു പിടുത്തവുമില്ല. ഏതായാലും ഇതെല്ലാം ആസന്നമാണ്. കാരണം എന്താണ് പറയുന്നത്, സംഭവിക്കുന്ന സമയത്ത് തന്നെ സംഭവിച്ചിരിക്കും എന്ന് പറയുന്നത് പോലെ ഇതെല്ലാം ആസന്നമായി ഇരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇവിടെ മിഡിൽ അതായത് ഇടനില നിൽക്കാൻ ആരുമില്ല. ഇടനില നിന്നുകൊണ്ടിരുന്നത് ഇതിനു മുമ്പ് ഈ അമേരിക്കയായിരുന്നു, പലയിടത്തും പോയി തലയിട്ട് ഇടനിലക്കാരുടെ റോളിൽ. ഇന്ന് ഈ ഇടനിലക്കാരൻ തന്നെ വലിയ പ്രശ്നകാരിയായിട്ട് മാറിയിരിക്കുക.
ഇടനിലക്കാരൻ ഓടി നടന്ന് എല്ലായിടത്തും പണി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇടനിലയ്ക്ക് പറ്റുന്നില്ല. മറ്റൊന്ന് റഷ്യയാണ്. റഷ്യ അവരുടേതായ ചില പ്രശ്നങ്ങൾ, ഈ യുക്രൈനുമായിട്ടുള്ള വാറും മറ്റുള്ള പ്രശ്നം, അതിൻ്റെ ഇടയ്ക്ക് മറ്റൊരു രസാവഹമായ ഒരു കാര്യം കൂടെ കേൾക്കുന്നു. അതോടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. പുടിനും ട്രംപും തമ്മിൽ ഒരു കരാർ ഒപ്പിടാനുള്ള പരിപാടിയിലാണ്. അതായത് റഷ്യ ഇപ്പൊ മുമ്പോട്ട് വെച്ചിരിക്കുന്ന ഒരു ഡിമാൻഡ് ഈ ഡോളറിന്റെ നിരോധനം എടുത്ത് കളയണം. റഷ്യക്ക് ഡോളർ കച്ചവടം ചെയ്യാൻ പറ്റില്ല, അതെടുത്ത് കളയണമെന്ന്. ട്രംപ് അത് ഓക്കെ അടിച്ചിട്ടുണ്ട്. ഓക്കെ അടിച്ചിട്ട് ട്രംപ് പറഞ്ഞിരിക്കുന്നത് അവര് തമ്മിൽ യുദ്ധം നടക്കട്ടെ, അത് വേറൊരു സൈഡ്, അത് നമുക്ക് വേറെ രീതിയിൽ സമാധാനം. ഇപ്പൊ കച്ചവടം ആദ്യം നടക്കട്ടെ എന്നാണ്. കാരണം കച്ചവടത്തിന്റെ ഒരു മനസ്സാ ഉള്ളത്. അപ്പം അതാണ് ഇപ്പൊ പുതിയ കരാർ വരാൻ പോവുകയാണത്. ശരിക്കും അത് യൂറോപ്യൻ രാജ്യങ്ങളെ അമ്പരപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു നീക്കം. റഷ്യയുമായിട്ട് അമേരിക്ക കരാർ വെക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതുവരെയുള്ള ഉപരോധങ്ങളെല്ലാം നീക്കി കൊടുക്കുന്നു. ഇത് തന്നെയല്ലേ കഴിഞ്ഞ ദിവസം ഇറാനും ഈ ചർച്ചയിൽ പറഞ്ഞത്, ഞങ്ങളുടെ ഉപരോധം മാറ്റിത്താ, നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ആയുധം ഞങ്ങൾ വാങ്ങാം, ഞങ്ങളുടെ എണ്ണ നിങ്ങളുമായിട്ട് കച്ചവടം ചെയ്യാം, അതുപോലെ ഞങ്ങളുടെ ആണവ കേന്ദ്രങ്ങളിൽ നിങ്ങളുമായിട്ട് സഹകരിച്ച് ഞങ്ങൾ ആണവോർജ്ജ പ്ലാന്റുകൾ നിർമ്മിക്കാം. ഇതെല്ലാം ഇറാനും പറഞ്ഞു. ഇപ്പൊ റഷ്യയുമായിട്ട് കരാർ വെക്കാം. അതാ ഞാൻ പറഞ്ഞത്, കച്ചവടത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഈ യുഗത്തിലുള്ളത്, യുദ്ധമല്ല. യുദ്ധം കച്ചവടത്തിന്റെ മേമ്പൊടി മാത്രമാണ്. അത് കത്തി കാട്ടി വരട്ടിയിട്ട് സാധനം എടുത്തുകൊണ്ട് പോകത്തില്ലേ നമ്മുടെ ഉത്സവപ്പറമ്പിലൊക്കെ, ആ മെത്താണ് ഇപ്പൊ ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് എന്തൊക്കെ ഉണ്ടാക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. പക്ഷെ എന്നാൽ ഖാജ ആസിഫിന്റെ പ്രസ്താവനയെ തമാശയായിട്ട് കാണാനേ ഞാൻ കരുതുന്നില്ല, താല്പര്യപ്പെടുന്നില്ല. കാരണം നമ്മൾ ഒരു തമാശാധാരമായിട്ടൊക്കെ ഖാജ ആസിഫിനെ പലപ്പോഴും കളിയാക്കിക്കൊണ്ട് നമ്മൾ പറയാറുള്ളത്. പക്ഷെ അദ്ദേഹം ഈ അഫ്ഗാന്റെ വിഷയത്തിൽ ഇതിനു മുമ്പ് നടത്തിയ പ്രസ്താവനകളെല്ലാം കൃത്യം തന്നെയായിരുന്നു. പ്രസ്താവന നടത്തിയതിന് പിന്നാലെ അവിടെ ബോംബിംഗ് നടന്നിട്ടുണ്ട്. അപ്പൊ ഇതും അത് സാധ്യമാകുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതൊരു വലിയ തുടക്കം തന്നെ ആയിരിക്കും അത്.